വ്യാവസായിക ഉൽപാദന നടത്തുന്ന ആ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഉൽപ്പന്നം വേറൊന്നുമല്ല, പെയിന്റാണ്. എല്ലാ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സിവിൽ വർക്കിന് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത്. പക്ഷെ ഈ രംഗം ഇത് കൈയടക്കിയിരിക്കുന്നത് വൻകിട ബഹുരാഷ്ട്ര കുത്താണ്. നമ്മുടെ കേരളത്തിലെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞത് സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളൊക്കെ നേടി ഈ രംഗത്ത് ഉൽപ്പാദനം തുടങ്ങുന്ന സ്ഥാപനങ്ങളെല്ലാം പ്രതിസന്ധി നേരിടും. നികുതിയുടെ പേരിലായാലും സർക്കാരിൻ്റെ ഇടപെടലായാലും സഹായിക്കുന്നതിന് സമീപനം നിർഭാഗ്യവശാൽ പല കേന്ദ്രത്തിലും ഉണ്ടാകുന്നു. അതിന് പരിഹാരം കാണാനാണ് ഇവര് സ്വയം മുന്നോട്ട് വന്ന് സംഘടിച്ച് അവരെന്നെ ഒരു സർവീസ് കൂടി ആവശ്യപ്പെട്ടു. ഞാനതിനെ അഗ്രി ചെയ്തു. നിങ്ങളുടെ ആദ്യമായിട്ട് മാധ്യമങ്ങളെ കാണാം, മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാവുന്ന പരിധിയാണ് ഇവിടെ എത്തിയത്. ഞങ്ങളിവിടെ എൻ്റെ 2 വശീകരണത്തിൻ്റെ ഭാരവാഹികളാണ്. ജനറൽ സെക്രട്ടറിയാണ് അനിൽ ദേവ്, നമ്മുടെ ഡോക്ടർ സലാം, ഡോക്ടർ MBBS ഡോക്ടറാണ്. ഇന്നലെ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ആളാണ്. ഇദ്ദേഹം നമ്മുടെ പേര് സുനിൽ ബാബുവാണ്. ഇവര് എൻ്റെ ഓഫീസ് പേര് സ്റ്റേറ്റ് ഓഫീസ് പേര് ജില്ലകളിലെ നമ്മുടെ പ്രവർത്തനം തുടങ്ങി. ഇവിടെ ഒരു ഓഫീസുണ്ട് ഞങ്ങൾക്ക്, അത് മസ്കറ്റ് ഹോട്ടലിൻ്റെ പുറകിലാണ്. അപ്പോൾ നിങ്ങളുടെ സഹായം ഈ ചെറുകിട മേഖലയിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ നല്ല ലക്ഷ്യം ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരുടെയും സഹായം നമ്മളെ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ജനറൽ സെക്രട്ടറി അനിൽ ദേവ് നിങ്ങളോട്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ മുൻപോട്ടുള്ള വികസനത്തിന് ചെറുകിട വ്യവസായ മേഖല വളരെ അനിവാര്യമാണ്. കാര്യം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. കാര്യം നമുക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. അതിന് അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുകിട വ്യവസായം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരെ കുറവാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാര്യം ഇവിടെ തുടങ്ങുന്ന പ്രസ്ഥാനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ പരിസരം നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്ത് വികസനമാണ് ഉണ്ടാകുന്നത്. കാര്യം നമ്മൾ ഒരു ചെറുകിട വ്യവസായം തുടങ്ങുമ്പോഴത്തേക്ക് ഗവൺമെന്റ് പല കണക്കുകളും പറയുന്നുണ്ട്. 2 ലക്ഷം മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട്, 3 ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അത് ലഘു ഉദ്യോഗം എന്ന് പറയുന്നിരിക്കുന്ന സാധനത്തിന്റെ കണക്ക് വെച്ചാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. 2 ലക്ഷം ചെറുകിട വ്യവസായ മേഖലകൾ വന്നിട്ടുണ്ടെങ്കിൽ എത്ര നിലനിൽക്കുന്നു എന്ന് ഒരിക്കലും നമ്മൾ മിനിസ്റ്ററോട് ചോദിക്കുകയുണ്ടായി. കാര്യം ഇവിടെ തുടങ്ങുന്നതിനകത്തല്ല കാര്യം, അത് നിലനിൽക്കുന്നതിനകത്താണ് കാര്യം. കെയ്റ്റ് ഫെഡറേഷൻ എന്ന ആശയം മുൻപോട്ട് വെച്ച് തന്നെ കേരളത്തിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വളരെ വ്യക്തമായ ആശയത്തോട് ഒറ്റ ആശയത്തെയാണ് നമ്മൾ മുൻപോട്ട് നിർത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, ചെറുകിട വ്യവസായ മേഖല ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർക്കുള്ള അർഹമായ അവസരം ഗവൺമെന്റ് ഒരുക്കി കൊടുക്കും. കാരണം എങ്കിൽ മാത്രമേ ഈ ചെറുകിട വ്യവസായ രംഗം കേരളത്തിൽ പിടിച്ചിരിക്കാൻ പറ്റും. കാര്യം ചെറുകിട വ്യവസായികൾ മത്സരിക്കുന്ന മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സുമായിട്ടാണ്. അവരുടെ ആ രീതിയിലുള്ള അവരുടെ പരസ്യങ്ങളോ മറ്റുള്ള തന്ത്രങ്ങളോ ഒന്നും ചെറുകിടക്കാരെ കൊണ്ട് പറ്റത്തില്ല. ചെറിയ ഉദാഹരണം തന്നെ പറയാം. നമ്മുടെ നാട്ടുപുറത്തൊക്കെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുന്ന, വളരെ ശുദ്ധമായ വെളിച്ചെണ്ണ എത്രയോ ഉപയോഗമുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ലെവലിൽ അത് മുൻപോട്ട് പോയി കണ്ടിട്ടുണ്ട്. കാര്യമെങ്കിൽ അവരെ സഹായിക്കാൻ ഇതുപോലെ ഓരോന്നും നമുക്ക് എണ്ണി പറയാൻ പറ്റും. കാര്യം ചെറുകിട വ്യവസായ മേഖലയിൽ ഇപ്പോൾ നിൽക്കുന്ന ചില സംഘടനകൾ അത് കാര്യപ്രാപ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കെയ്റ്റ് ഫെഡറേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചെറുകിട വ്യവസായ മേഖലയിലെ പുറത്തു തട്ടിക്കൊണ്ട് ട്രേഡ് യൂണിയൻ രംഗത്തും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പല ഉന്നത മേഖലകളിലും നേതൃത്വം കൊടുത്തിരിക്കുന്ന നമ്മുടെ നേതാവും ചെയർമാൻ സി ദിവാകരൻ അവരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളിൽ അപ്രതമായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സിന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വ്യക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചു കൊടുക്കും.
കാര്യം ഗവൺമെന്റ് പലപ്പോഴും മാധ്യമ സുഹൃത്തുക്കൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഗവൺമെന്റ് പലപ്പോഴും MSMEകളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെയും ഒരു വിചിത്രമായ ഒരു ജിയോ ഗവൺമെന്റ് 3/1/2021 ഇറക്കുകയുണ്ടായി. ആ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പറ്റും. കാര്യം ചെറുകിട വ്യവസായം MSMEകൾക്കുള്ള അർഹമായിട്ടുള്ള ടെൻഡർ ഫീസും EMDയും സർവീസ് മേഖലയിലുള്ള സിവിൽ വർക്കിൽ നിന്ന് നിരോധിച്ചു തുടങ്ങും. ഇതൊക്കെ വളരെ ദൗർഭാഗ്യപരമായ കാര്യങ്ങളാണ്. കാര്യം ഈ ജിയോ ഒരു ഗവൺമെന്റ് ജിയോ ഒരു ചെറുകിട വ്യവസായ മേഖലയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അവർ മത്സരിക്കുന്ന കോർപ്പറേറ്റ് മേഖലയിൽ മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് മത്സരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു വയർ ഉത്പാദിപ്പിക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ടാബുക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അവന്റെ മേഖല നിർമ്മാണ മേഖലയാണ്. അവന്റെ ഒരു പാത്രം എന്ന് വെച്ചാൽ ടെൻഡർ ഫീസും EMD എക്സെപ്ഷൻ കിട്ടുന്ന റൈറ്റ് ആണ്. ആ റൈറ്റിൽ അവൻ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഗവൺമെന്റ് ഈ ഒരൊറ്റ ജിയോട് കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ അതിനനുസരിച്ച് ശക്തമായ രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ ഒരു റൈസപ്പ് ഉണ്ടാക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുകിട വ്യവസായ മേഖലകളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു നിർമ്മാണ മേഖലയിൽ ചെറുകിട വ്യവസായ മേഖലയെ ചോദ്യം ചെയ്യുന്ന ജിയോ ആണ് ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്നത്. അത് അർത്ഥമായ രീതിയിൽ അതിനൊരു അമെൻമെന്റ് കൊണ്ടുവരികയും അവരെ സംരക്ഷിക്കുകയും ഒപ്പം തന്നെ ചെറുകിട വ്യവസായ മേഖല ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു 20% നമ്മുടെ കേരളത്തിൽ കൺസ്യൂം ചെയ്യത്തക്ക രീതിയിൽ ഗവൺമെന്റ് ജിയോ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ആശ്വാസകരമായിരിക്കും. നമ്മുടെ നാടിന്റെ സമഗ്ര വികസനത്തിന് അത് വളരെ ഉപകാരം ചെയ്യുന്ന ഒന്നായി മാറുകയും ചെയ്യും. കാര്യം നമുക്കറിയാം, ജില്ലാ LSTDകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഇൻവോൾവ് ആകുന്നു. നമ്മുടെ നാട്ടിലെ കൊച്ചു വ്യവസായ മേഖലകളെ അവരുടെ ഉൽപ്പാദനങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഗവൺമെന്റ് ജിയോ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സമഗ്രമായ വികസനം കേരളത്തിലുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേങ്കിൽ അത് എവിടൊക്കെയോ അതിന് മുൻപിൽ പറഞ്ഞുകൊണ്ട് പക്ഷേങ്കിൽ പിന്നിൽ അതിനുള്ള പ്രവർത്തനം നടക്കുന്നില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് സ്റ്റേറ്റ് ഫെഡറേഷൻ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സമഗ്രമായ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് അത് നിർമ്മാണ മേഖലയിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ കാർഷിക മേഖലയിലുള്ള ആൾക്കാരായാലും എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഫെഡറേഷനാണ് സ്റ്റേറ്റ് ഫെഡറേഷൻ എന്നുള്ളത്. അതിനെ ഞങ്ങളുടെ സംസ്ഥാന ചെയർമാൻ വളരെ കാര്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് പലതും ഈ കേരളത്തിന്റെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ വയനാട് ദുരന്തം നടന്ന സമയത്ത് അതിലേക്ക് സ്റ്റേറ്റ് ഫെഡറേഷനും ഒരു ഡ്യൂറോലക് പെയിന്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയും ചേർന്ന് 50 ലക്ഷം രൂപയുടെ കാര്യങ്ങൾ ഗവൺമെന്റിൽ കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ മുൻപോട്ട് വന്നിരിക്കുകയാണ്. കാര്യം നമ്മൾ വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയിൽ കൂടി മാത്രമേ പരിവർത്തനം ഉണ്ടാകത്തുള്ളൂ. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിരിക്കുന്ന ആശയമാണ്, ചുമ്മാ ഗുരു പറഞ്ഞതാണ്, വർത്തമാനം പറഞ്ഞാൽ പരിവർത്തനം ഉണ്ടാകത്തില്ല, പ്രവൃത്തിയാണ് ആവശ്യം. പ്രവൃത്തിയിൽ കൂടെ മാത്രമേ പരിവർത്തനം ഉണ്ടാകത്തുള്ളൂ. ഫെഡറേഷനും അത് തന്നെയാണ് മുൻപോട്ട് വെക്കുന്നത്. ഞങ്ങൾ പ്രവർത്തിക്കുക, പ്രവർത്തനത്തിൽ കൂടി പരിവർത്തനം ഉണ്ടാകുക, ഒരു സാമൂഹിക പരിവർത്തനമാണ് നമ്മൾ വെക്കുന്നത്. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ഇതിനകത്ത് ആവശ്യമാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങൾക്ക് നമ്മൾ ഉൾക്കൊള്ളാക്കുന്നത്. ഞങ്ങളുടെ ഉദ്യമത്തിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്നുള്ള ഒരു ഉറപ്പും അല്ലെങ്കിൽ ഒരു പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റ് ഫെഡറേഷൻ്റെ കാര്യങ്ങൾ സശ്രദ്ധം കേൾക്കുകയും അതിന് സംഘടനയ്ക്ക് അതിൻ്റെ വിവരങ്ങൾ പൊതുജന സമക്ഷത്തിൽ എത്തിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ ഉദ്യമത്തിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ പ്രസ് ക്ലബ് അധികാരികൾക്കും സംഘടനയുടെ പേരുടെ നന്ദി രേഖപ്പെടുന്നു. കുറെ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തു വരും. ഉന്നതന്റെ പേരുകളടക്കം പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വരണ്ടേ? അല്ല, അത് കോടതിയിൽ ആണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ കോടതി അതെല്ലാം ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ. കംപ്ലൈന്റ് റിപ്പോർട്ട് ആവശ്യം